എമ്പുരാൻ സിനിമയെക്കുറിച്ച് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക്: എമ്പുരാൻ അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കുന്നത് ആഗോള ജിഹാദിസ്റ്റ് ഡ്രഗ് കാർട്ടലുകളുടെ നെക്സസിനെ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തെയാണ്. 100% IS ഐഡിയോളജിയിലും അതിതീവ്ര ഇസ്ലാമിസ്റ്റ് ആശയ സംഹിതയിലും അധിഷ്ഠിതമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എമ്പുരാൻ സിനിമയെ വിമർശിച്ചും എതിർത്തും RSS അനുഭാവികൾ രംഗത്തുവരുന്നതും കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിം ജനസമൂഹവും രാഷ്ട്രീയ പാർട്ടികളും മൗനം പാലിക്കുന്നതും എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ എമ്പുരാൻ സിനിമയെ തള്ളിപ്പറയേണ്ടത് ഇന്ത്യയിലെയും കേരളത്തിലെയും മുസ്ലിം ജന സമൂഹങ്ങളല്ലേ? 2002 മുസ്ലിം വിരുദ്ധ കലാപത്തെ അടിസ്ഥാനമാക്കി പ്രതികാര രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിക്കുന്ന പ്രതിലോമകരമായ ഒരു പ്രമേയമാണ് എമ്പുരാൻ സിനിമ മുന്നോട്ടുവെക്കുന്നത്. മോഹൻലാൽ പ്രതിനിധീകരിക്കുന്ന IS അന്താരാഷ്ട്ര ഡ്രഗ് മാഫിയയും പൃഥ്വിരാജ് മുന്നോട്ടുവെക്കുന്ന അന്താരാഷ്ട്ര ഇസ്ലാമിസ്റ്റ് തീവ്രവാദ അധോലോകവും തുറന്നുകാട്ടുന്നത് ഹിംസാത്മകവും ഭീകരവാദത്തിൽ കേന്ദ്രീകരിക്കുന്നതുമായ ആഗോള ജിഹാദിസ്റ്റ് അച്ചുതണ്ടിന്റെ കൊലപാതക അജണ്ടയാണ്. 2002 ഗുജറാത്ത് കലാപത്തിൽ ഇരയാക്കപ്പെട്ട മുസ്ലിമുകൾ വെറുക്കേണ്ടതും പ്രതികാരം ചെയ്യേണ്ടതും ഹിന്ദുസ്ഥാൻ എന്ന സംജ്ഞയെ ആണ് എന്ന് തുറന്നു പ്രഖ്യാപിക്കുകയും ഇന്ത്യയിലെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഹിംസാത്മകമായി ഇടപെട്ടുകൊണ്ട് ഹിംസയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടും മരണത്തിന്റെ മാലാഖയ്ക്ക് സ്തുതിയർപ്പിച്ചുകൊണ്ടും കൊലപാതകത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ടും പ്രതിയോഗികളെ കൊന്നുതീർക്കുന്ന പകയുടെ രാഷ്ട്രീയത്തെ ആഘോഷമാക്കുന്ന എമ്പുരാൻ അക്ഷരാർത്ഥത്തിൽ ആഘോഷിക്കുന്നത് ആഗോള ജിഹാദിസ്റ്റ് ഡ്രഗ് കാർട്ടലുകളുടെ നെക്സസിനെ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തെയാണ്. മുൻപൊക്കെ മലയാള സിനിമ പറഞ്ഞിരുന്നത് ബോംബെ അധോലോകത്തിൽ പയറ്റിത്തെളിഞ്ഞ അധോലോക നായകർ കേരളത്തിൽ തിരികെയെത്തി ഹിംസയിലൂടെ തങ്ങളുടെ സാമൂഹ്യ അജണ്ട നടപ്പാക്കിയ കഥകളായിരുന്നെങ്കിൽ, എമ്പുരാൻ പറയുന്നത് ISന്റെയും ലഷ്കർ-ഇ-തോയ്ബയുടെയും ക്യാമ്പുകളിൽ പയറ്റിത്തെളിഞ്ഞവർ ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്ന ചോരക്കളിയുടെ രാഷ്ട്രീയത്തെയാണ്. ഇന്ത്യയിലെ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ചോരക്കളി കണ്ട് സന്തോഷിക്കുമെങ്കിലും ഇന്ത്യയിലെ സാധാരണക്കാരായ മുസ്ലിമുകൾ ഇത് തങ്ങളുടെ അജണ്ടയല്ല എന്ന് തുറന്നു പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല എന്നാണ് സിനിമ കണ്ടിറങ്ങിയപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയത്. ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹം പ്രതികാരദാഹികളായ ഒരു കൂട്ടം മതതീവ്രവാദികളല്ല എന്ന അനുഭവമാണ് എന്നെക്കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. സിനിമയുടെ സാങ്കേതിക മികവും ഛായാഗ്രഹണ വൈദഗ്ധ്യവും സംവിധാന മൂല്യവും എല്ലാം കണക്കിലെടുത്താലും എമ്പുരാൻ സിനിമ നൽകുന്ന സന്ദേശം അങ്ങേയറ്റം പ്രതിലോമകരവും രാജ്യദ്രോഹപരവും ഹിംസാത്മകവുമാണ്. എല്ലാ മതങ്ങളും മനുഷ്യസമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങളെ തലകുത്തി നിർത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തെ പ്രഘോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന മനുഷ്യവിരുദ്ധ സന്ദേശത്തെ ആഘോഷമാക്കുന്ന സിനിമയാണ് എമ്പുരാൻ. ഇതിനെ തള്ളിപ്പറയേണ്ടത് മാനവികതയെ മാനദണ്ഡമാക്കുന്ന എല്ലാ മതസമൂഹങ്ങളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും കടമയാണ്. സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്ന് പറയുമ്പോഴും ഒരു സിനിമ സമൂഹത്തിന് നൽകുന്ന സന്ദേശമെന്ത് എന്ന് ചോദിക്കാതിരിക്കുന്നത് സിനിമ എന്ന മാധ്യമത്തോട് പുലർത്തുന്ന തികഞ്ഞ നിരുത്തരവാദപരമായ സമീപനമാണ് എന്ന് പറയാതിരിക്കാൻ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്.